നടൻ സൂര്യയെ ഉന്നം വെച്ചുകൊണ്ട് രണ്ട് പ്രമുഖ നടന്മാരുടെ ആരാധകരും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നതായി കങ്കുവയുടെ സഹനിർമ്മാതാവ് ജി ധനഞ്ജയൻ. മറ്റ് താരങ്ങളുടെ ആരാധകർ സൂര്യയെ ടാർഗറ്റ് ചെയ്യുന്നതായി താൻ 2014 പറഞ്ഞിരുന്നു. അദ്ദേഹം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തരുത് എന്നതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ആ കൂട്ടത്തിൽ ചേർന്നതായി ജി ധനഞ്ജയൻ പറഞ്ഞു. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രണ്ട് പ്രമുഖ നടന്മാരുടെ ആരാധകർ സൂര്യ സാറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് താൻ 2014 പറഞ്ഞിരുന്നു. അദ്ദേഹം അടുത്ത ലെവലിലേക്ക് എത്തരുത് എന്ന് കരുതിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ചേർന്നു. സമീപകാലത്തുള്ള സിനിമകളിൽ സംസാരിച്ച വിഷയം അവർക്കെതിരായി തോന്നിയത് മൂലമാണ് അവർ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നത്. താൻ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനു താഴെ വന്ന് ഏറ്റവും അധികം ട്രോൾ ചെയ്യുന്നത് ഈ പ്രമുഖ നടന്മാരുടെ ആരാധകരാണ്. താൻ ഫിലോസഫിക്കലായി എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ പോലും അതിനു താഴെ വന്ന് മോശമായി കമന്റ് ചെയ്യും. ആ കമന്റ് ഇട്ടയാളുടെ പ്രൊഫൈൽ ചിത്രം നോക്കിയാൽ അത് ഒരു സൂപ്പർ താരത്തിന്റെ ചിത്രമാകും. എന്തിനാകും ഇത്ര പക? ആർക്കും ആരുടെയും സ്ഥാനം പിടിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തിനാണ് പക? കിട്ടിയ ചാൻസ് അവർ ഉപയോഗിക്കുന്നു. ഒരു സിനിമ ചെറിയ അളവിൽ പ്രേക്ഷകർക്ക് വർക്കായില്ല, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ടായി, അതിന്റെ പേരിൽ വിമർശിക്കുന്നുവെന്ന് ജി ധനഞ്ജയൻ പറഞ്ഞു. അതേസമയം മോശം പ്രതികരണങ്ങൾ കങ്കുവയുടെ കളക്ഷനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അണിയറ പ്രവർത്തകർ സിനിമയുടെ രംഗങ്ങൾ ട്രീം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ദൈർഘ്യത്തിൽ നിന്ന് 12 മിനിറ്റുകളാണ് അണിയറ പ്രവർത്തകർ നീക്കം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറിയ പങ്കും പുതിയ കാലഘട്ടത്തിലെ രംഗങ്ങളിൽ നിന്നാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കങ്കുവ, ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ടവേഷങ്ങളിൽ സൂര്യ എത്തുന്ന ചിത്രത്തിൽ ബോളിവുഡ് നടി ദിഷ പഠാണിയാണ് നായികാവേഷം ചെയ്യുന്നത്. ബോളിവുഡ് നടൻ ബോബി ഡിയോളാണ് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്.